നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഇതുവരെ 3 മരണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 4 കുട്ടികൾ ഐസിയുവിൽ. നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. സർക്കാരുമായി സഹകരിക്കാത്തതിനാലാണ് DHS ഡോക്ടർ റീനയെ മാറ്റിയതെന്നും മന്ത്രി. നിപ്പ സ്ഥിരീകരിച്ചതോടെ വയനാട്ടിലെ തമിഴ്നാട് അതിർത്തികളിൽ പരിശോധന ശക്തം. നിപ്പ പ്രതിരോധത്തിൽ ഏകോപനമില്ലെന്ന് പ്രതിപക്ഷം. ഒമാൻ തീരത്ത് മുങ്ങിത്താഴാൻ തുടങ്ങിയ കപ്പലിൽ നിന്ന് 14 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി US നാവികസേന. സഹായത്തിന് ജബൽ അലി എന്ന കപ്പലും ഇന്ത്യൻ പതാക വഹിച്ച വിരാട് 1 ചരക്ക് കപ്പൽ മുങ്ങാൻ കാരണം എഞ്ചിൻ തകരാറെന്ന റിപ്പോർട്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് CPM. ശബരിമല യുവതീ പ്രവേശന സമയത്തും സ്വർണ്ണക്കൊള്ളക്കേസിലും താൻ ചതിക്കപ്പെട്ടുവെന്ന പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ചർച്ചയാകുന്നു. സ്ത്രീകൾക്കായുള്ള KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നാളെ മുതൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ CPM MLA-മാർ വിട്ടുനിൽക്കും. സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയത് ആളപ്പറ്റിക്കലെന്നും CPM. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് നിരക്കാത്ത പ്രവൃത്തിയെന്നും മുഖ്യമന്ത്രി. സർക്കാർ സംഘപരിവാറിന് കീഴടങ്ങുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ശബരിമലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന ആരംഭിച്ചു. മിഥുനമാസ പൂജകൾക്കായി നട തുറന്ന ശേഷമാണ് സംഘം പരിശോധന തുടങ്ങിയത്. ശ്രീകോവിലിന് മുമ്പിലെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ താഴത്തെ ഭാഗവുമാണ് പരിശോധിക്കുന്നത്. അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇന്ന് ഒപ്പിടുമോ എന്നതിൽ അവ്യക്തത തുടരുന്നു. കരാർ ഓൺലൈനായി ഇന്നു തന്നെ ഒപ്പിടുമെന്ന്. ഹോർമൂസ് കടലിടുക്ക് ഇന്ന് തുറക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിൽ പങ്കാളിയാകില്ലെന്ന് ഇസ്രായേൽ. പകർച്ചവ്യാധി ആശങ്കയിൽ കേരളം. ഇന്നലെ ഡെങ്കിപ്പനി ബാധിച്ചത് 85 പേർക്ക്. 2 ദിവസത്തിനിടെ 48 പേർക്ക് മഞ്ഞപ്പിത്തം. ഈ മാസം മാത്രം എലിപ്പനി റിപ്പോർട്ട് ചെയ്തത് 107 പേർക്ക്. ഷൊർണൂരിൽ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. സ്ഥലം വാർഡ് കൗൺസിലറുടെ ഭർത്താവിനുൾപ്പെടെയാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഷൊർണൂർ മുതലിയാർ തെരുവിൽ വെച്ച് തെരുവുനായയുടെ കടിയേറ്റത്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് സൂപ്പർ സൺഡേ. വമ്പന്മാർ കളത്തിലേക്ക്. ജർമ്മനി ഇന്ന് ക്യുറസോയ്ക്കെതിരെ. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാൻ പോരാട്ടം. വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.